Hi all, welcome to the unboxing of Google Pixel 10 Pro XL. ഇത് മേടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 13 Pro മാക്സിലാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 13 കഴിഞ്ഞ് 14 വന്നപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിച്ചില്ല. പിന്നെ 15 വന്നു കഴിഞ്ഞപ്പോൾ ഡൈനാമിക് ഐലൻഡ് ഒക്കെ ഫൈൻ, ഒരു സംഭവം അങ്ങോട്ട് ഗുമ്മ തോന്നിച്ചില്ല. പിന്നെ 16 വന്നു, 16 എനിക്കൊന്നും വലുതായിട്ട് തോന്നിച്ചില്ല. ടൈറ്റാനിയം വന്നു, ടൈറ്റാനിയം കാരണം എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. 17 വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കളർ അടിപൊളിയായിരുന്നു, മേടിക്കണം എന്നുള്ള രീതി നോക്കി. പിന്നെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ ആ കളർ കാരണം സ്ക്രാച്ച് വീഴുന്നുണ്ട്, അങ്ങനെ പല കംപ്ലയിൻസും കാര്യങ്ങളും വന്നു. പക്ഷേ എങ്കിൽ 13 ആയതുകൊണ്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഞാൻ ഏതായാലും ഏത് ഓപ്ഷൻ മേടിക്കണം എന്നുള്ള രീതിയിൽ ആലോചിച്ച് തുടങ്ങി. അപ്പം ഐഫോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൻഡ്രോയിഡേ ഉള്ളല്ലോ. അപ്പോൾ ആൻഡ്രോയിഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഗൂഗിൾ പിക്സലിനെ കുറിച്ചുള്ള റിവ്യൂസ് കേട്ടത്. അപ്പം ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ മീഡിയം ആവറേജ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തോന്നുന്നു ശരി ഏതായാലും പ്രോ എക്സൽ തന്നെ മേടിക്കാമെന്ന് ഓർത്തു. എനിക്ക് വലിയ ഫോൺസ് കയ്യിൽ പിടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വലിയ ഫോൺ മേടിച്ചു. വിതൗട്ട് ഫർദർ ഡിലേ അൺബോക്സിങ് ചെയ്യാം. സോ വണ്ടിക്കുള്ള ആംഗിൾ എങ്ങനെ, അതിൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. സോ ഐ വിൽ ജസ്റ്റ് ഷോ യു. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സോ ഗൈസ്, ഇതാണ് ഗൂഗിൾ പിക്സൽ 10 Pro XL. അപ്പം ഇതാണ് എൻ്റെ ബോക്സിങ്. ആൻഡ് ഞാൻ മേടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഗൂഗിൾ പിക്സൽ 10 Pro XL 256GB ആൻഡ് 6.8 ഇഞ്ചാണ്. മൂൺസ്റ്റോൺ കളറാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കളർ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കളർ വെച്ചിട്ടുണ്ട്. അപ്പം കറക്റ്റായിട്ട് കാണുന്ന കളർ ഇതൊന്നും ആയിരിക്കത്തില്ല. സോ ഫസ്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പം ഇങ്ങനെ അടിപൊളി. സൂപ്പർ അല്ലേ, ബെസ്റ്റ് കാണാം, ബെസ്റ്റ്. അപ്പം 5-6 വർഷമായി ഇത് ഫോൺ മേടിച്ചിട്ട്, അതുകൊണ്ട് എങ്ങനെ അൺബോക്സ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ എങ്കിൽ ഇതുവഴിയൊക്കെ ആയിരിക്കണം അല്ലേ. ഓക്കെ. ക്യാമറ നോക്കണോ അതോ ഫോണിൽ നോക്കി എടുക്കണോ എന്നുള്ളത് കൺഫ്യൂഷനിലാണ്. ഓൾമോസ്റ്റ് ആയി. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യേണ്ടത്. കഴിഞ്ഞില്ല. ഓക്കെ. ഇനിയാണ് ഫോണിൻ്റെ താഴെ അൺബോക്സിങ് എക്സ്പീരിയൻസ്. കവറായി, ഇതല്ല കളർ കേട്ടോ. ഓർത്ത് ഇതായിരിക്കും കളർ എന്ന് ഓർത്തിരുന്നു. ഓക്കെ, സോ നമുക്ക് ഫോൺ സൈഡിൽ വെക്കാം. എല്ലാം റിവ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ആകെപ്പാടെ കിട്ടുന്ന എൻ്റെ ഒരു Type-C to Type-C കേബിളാണ്. ഇത് പേപ്പർ വർക്ക് ഒന്നുമില്ലേ? സാധാരണ പേപ്പർ വർക്ക് കാണേണ്ടിയാണല്ലോ. പേപ്പർ വർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ബോക്സിൻ്റെ മണ്ടയ്ക്ക് ഒരു പാത്ത് വെച്ചിട്ടുണ്ട്. ഇത് പേപ്പർ വർക്ക്. എന്നാൽ വായിക്കാറില്ല, തുറക്കാറും ഇല്ല. പക്ഷേ എങ്കിൽ നമുക്ക് കിട്ടിയില്ലേ, നമ്മളെ ഇതിലും പറ്റിച്ചോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബോക്സ് ഇങ്ങോട്ട് എടുക്കാം. ഗൈസ്, ഇത് വരുന്ന ഈ കേബിൾ മാത്രമാണ്, വേറെ ഒന്നുമില്ല. അപ്പം കേബിൾ സൈഡിലോട്ട് വെച്ചു. ഇതാണ് ഫോണ്. സൈഡിൽ എന്താ പറയുന്നത്, ഇവിടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, ലോക്ക് ബട്ടൺ. ഈ സൈഡിൽ വേറെ ഒന്നുമില്ല. ആൻഡ് ദിസ് ഇസ് ഹൗ ദ ക്യാമറ ഇസ്. ആൻഡ് കളർ നേരെ പറഞ്ഞാൽ ഐ ലൈക്ഡ് ഇറ്റ്. എൻ്റെ 13 Pro Max വെച്ച് നോക്കുമ്പം ഏകദേശം സിമിലർ അല്ല, ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു. വേറെ ഇവിടെയാണ് സിം ഇജക്ടർ ടൂൾ തന്നിട്ടില്ല അവർ, കാണണം. ബട്ട് ഒരു ഫീൽ, ഹാൻഡ്സ് ഓൺ ഫീൽ ഇസ് ലൈക്ക് ടു ഗുഡ്. ഇനി ഓൺ ചെയ്യാല്ലേ? ഓൺ ആയിക്കോട്ടെ. വൈബ്രേഷൻ വന്നു. ഗൂഗിൾ. ഓഹോ, അടിപൊളി. ഇപ്പോൾ എൻ്റെ ഇതിൻ്റെ അകത്തുനിന്നും കോപ്പി ആയിക്കൊണ്ടിരിക്കുന്ന ഐഫോണിൽ നിന്ന് ഇതിലോട്ട് കോപ്പി ആയിക്കൊണ്ടിരിക്കുക, ആൻഡ്രോയിഡിലോട്ട് കോപ്പി ആയിക്കൊണ്ടിരിക്കുക. സോ ഇപ്പം കാണിക്കുന്നത് 59 മിനിറ്റ്സാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ലൈക്ക് കോപ്പി ചെയ്യുന്ന വലിയ സംഭവമൊന്നുമില്ല. വയർ യൂസ് ചെയ്തു, കണക്ട് ചെയ്തപ്പം തന്നെ ചോദിച്ചു ഐഫോണിലോട്ടാണോ ഐഫോണാണോ ആൻഡ്രോയിഡിൽ നിന്നാണോ കോപ്പി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ഐഫോണിൽ നിന്ന് കൊടുത്തു. ഈസി പ്രോസസ്സ് ആയിരുന്നു. ബട്ട് ഷോയിങ് ലൈക്ക് 59 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട് ഇപ്പം. ആൻഡ്
ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഇച്ചിരി കുറവാണെങ്കിൽ ഗോപ്രോയിൽ രാത്രി ഷൂട്ട് ചെയ്യുന്നുണ്ട്. റെസ്റ്റ് എവറിത്തിങ് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഞാനപ്പം ഇതിൻ്റെ അകത്ത് വന്നിട്ട് സെറ്റിങ്സിൽ വന്നിട്ട് ഓക്കെ ഓട്ടോ ലോക്ക് ഉണ്ടല്ലോ, സോ അത് ഞാൻ നെവറിലാക്കിയിട്ടു. ഈ ലോക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം വരുമോ എന്ന് ഓർത്തിട്ട്. അപ്പം തിങ്സ് ആർ കോപ്പിങ്. ഫോൺ ഏകദേശം സെറ്റായി. ഇതാണ്. സോ കുഴപ്പമില്ല. പിക്സൽ ക്യാമറാസ് നോക്കിയായിരുന്നു, ഫോട്ടോ എടുത്തിട്ടില്ല, ക്യാമറ നോക്കി, വീഡിയോ നോക്കി. ആൻഡ് ഇതെൻ്റെ 13 Pro മാക്സിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് പ്രിറ്റി ഡീസൻറ്റ്, സ്മൂത്താണ്. വലിയ ആപ്സും കാര്യങ്ങളും ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ആവശ്യമുള്ള ആപ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇങ്ങനെ കിട്ടി. ആൻഡ് ദിസ് ദ ബാക്ക് സൈഡ്. ഇനി ഇതിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന iPhone 13 Pro Maxിലുള്ള ക്യാമറയും അതിൻ്റെ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗൂഗിൾ പിക്സൽ. ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. ആൻഡ് ബോക്സിങ് ഭയങ്കര എന്തോ മിനിമലിസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ആയിരുന്നു. ചാർജിങ് കേബിൾ ഇല്ല, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആൻഡ് ഇത് യൂസ് ചെയ്തിട്ട് കൈ പിടിച്ചിട്ട് നല്ലൊരു ഗുഡ് ഫീലാണ്. ലൈക്ക് തിന്നാണ്. എൻ്റെ 13 Pro Max വെച്ച് നോക്കുമ്പോൾ ഇച്ചും കൂടി തിന്നാണ്, പക്ഷേ സ്ക്രീൻ ഇച്ചും കൂടി വലുതാണ്. ബട്ട് ഇനി നമുക്ക് പിക്സലിൻ്റെ വീഡിയോ ക്വാളിറ്റി നോക്കാം, എൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം വിതൗട്ട് എക്സ്റ്റേണൽ മൈക്ക്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ പിക്സൽ 10 Pro XLൻ്റെ അകത്തെ ക്യാമറയും അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയുമാണ്. എന്തോ വീഡിയോ ബൂസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വീഡിയോ ബൂസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നു. ഞാനത് ആക്റ്റീവ് ചെയ്തു. അപ്പം എന്തെങ്കിലും കളറിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മൈറ്റ് ബി ബിക്കോസ് ഓഫ് ദ വീഡിയോ ബൂസ്റ്റ്. ആൻഡ് ഐ തിങ്ക് എങ്ങനത്തെ ക്വാളിറ്റിയാണെന്ന് എനിക്ക് പറയത്തില്ല, എഡിറ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. സോ ഇതും 1x ഷൂട്ട് ചെയ്തിട്ടുള്ള, ഐഫോണിലും 1x ഷൂട്ട് ചെയ്തിട്ടുള്ള. അപ്പം നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പർ കമ്പാരിസൺ ആയിരിക്കത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ 13 Pro XL ഇത് ഗൂഗിൾ 10 മാറുമ്പോഴത്തേക്ക് സോ ഡിഫറൻസ് കാണും. ബട്ട് സ്റ്റിൽ യു വിൽ ഗെറ്റ് എൻ ഐഡിയ ഓഫ് ലൈക്ക് ഹൗ ദ ക്വാളിറ്റി, എന്തോ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അതും ചെയ്യൂ, കുഴപ്പമില്ല. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.